പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഓരോ ദിവസവും പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന ഒരു അത്ഭുത അൾത്താരയുടെ അരികിലാണ് നമ്മൾ നിർത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത്, കണ്ണീരിൻ്റെ പ്രത്യേക കാലത്ത് നമുക്ക് നമ്മുടെ മുമ്പിലെ ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ ആഭിമുഖ്യത്തിൽ, ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ സുനിശ്ചിതമായ ബലത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബൈബിൾ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയുടെ മുഴുവൻ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ലൈറ്റ് വെയ്റ്റനിങ്, ടൈം ഷോർട്ടണിങ് ആൻഡ് പ്രസൻസ്. ഇന്നുവരെ നമ്മൾ മനുഷ്യർ ചെയ്ത ഉടമ്പടിയും അവർക്ക് അനുഭവവേദ്യമായ ദൈവാനുഭവത്തെയും കാറ്റഗറിക്കലായിട്ട് 4 തിരിക്കുകയാണ്. ഒന്ന്, ബൈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് വളരെ പർട്ടിക്കുലറായിട്ടുള്ള ആൾക്കാർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം സംഭരമായിരുന്നത്. പക്ഷെ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സംസർഗം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജോയേൽ പ്രവാചകന് കൊടുത്ത വാഗ്ദാനം നമ്മളിലെ സർവ്വജനീനമായി നിറവേറുന്ന കാണാം. എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കന്മാർക്ക് എന്നാ ഉണ്ടാകണത്? ദർശനങ്ങളാണ്. ദാറ്റ് മീൻസ് യുവാക്കന്മാർ പക്വതയിലേക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ ഒരു 10-40 വയസ്സിൻ്റെ ആധ്യാത്മിക പക്വത വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ഇന്ന് ഒരു 10 പേര് ഉടമ്പടി എടുത്താൽ 60% സക്സസ് റേറ്റാണ്. 10 പേര് ഉടമ്പടി എടുത്താൽ 6 പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത്. അതായത് നോട്ട് ബൈ മെറിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റനിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെദർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും. നമുക്ക് താങ്ങാൻ, നമ്മളിതെങ്ങനെ ചെയ്യും? നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ. ഈ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഈ H1B വിസ, അത് അമേരിക്കൻ വിസയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്. അതായത് ഡീന മറിയം, ഒരു ഓർത്തഡോക്സ് സഹോദരിയാണ്. അതിന് പ്രായമില്ല, ഒരു ചെറുപ്പക്കാരത്തിയാണ്. ഡീന മറിയത്തിൻ്റെ സാക്ഷ്യം, അവർക്ക് ആവശ്യം വന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോകുകയാണ്. ലാസ്റ്റ് അവർക്ക് വേണ്ടത് H1B വിസയാണ്. അതവിടെ പെർമനൻറ്റ് റെസിഡൻസിലെ. അത് പക്ഷേ കിട്ടണത് ലോട്ടറിയിലാണ് വരുന്നത്. ലോട്ടറിക്ക് 7 ലക്ഷം ആപ്ലിക്കേഷൻസാണ്. ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ. ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുറി എടുക്കത്തില്ല, ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല. അതുപോലെ ലോട്ടറിയിലാണ് H1B വിസ കിട്ടുന്നത്. കാര്യം 65,000 സീറ്റേ ഉള്ളൂ. അമേരിക്ക 65,000 H1B വിസയെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻസ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത്, അതിൻ്റെ പ്രൊസീജിയർ തന്നെ എന്തൊരു പാടാണ്. പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത് തന്നെ 7 ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം മറിയവും ഹസ്ബൻഡും തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക്. അതായത് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ്? കൃപാസനം കണ്ടുപിടിച്ചാണോ? അല്ലല്ല, ജനങ്ങൾ
അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ, ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ്. നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും. എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല. കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും. ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അയ്യോ, ഡേറ്റ് ഞാൻ ഇട്ടെന്നും പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ, നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും. ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ ആഞ്ഞിലിക്ക് വെള്ളം ഉള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും. ആഞ്ഞിലി 1000 വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ 1000 വർഷം, അകത്ത് വെള്ളയാണ്. നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട്. അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറേ കയറും. വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ്. മൂത്താഞ്ഞിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൈബിൾ പറയും, ഇളയ ആഞ്ഞിലിയാണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും, കാതലുള്ളവരായി വരുമെന്ന്, ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന്. കൈയിടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നത്തെ മനുഷ്യൻ, അതായത് ഉടമ്പടി മനുഷ്യൻ, ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി. അപ്പോൾ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ബൈബിൾ ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും, ജിഡിക മനുഷ്യൻ എന്ന് പറയും. ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ്. ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനന്റ് മാൻ? എന്താണത്? അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം സുന്ദരമായ രീതിയിൽ. ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും. മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദനശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത്, എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോസസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:11. പുറപ്പാട് പറഞ്ഞേ. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോസസും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. മോസസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. കാര്യം, ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവോ പറയും, അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പക്ഷേ കാനാൻ ദേശത്ത് എത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ചവർ കൊന്നു കളഞ്ഞെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ നിനക്ക് ഷെയിമാവും. നിനക്ക് ഷെയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നെ നീ ആദ്യം കൊല്ലണം, അല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം. അവൻ സ്നേഹിതനോട് എന്ന പോലെ ദൈവം മാത്രമല്ല, മോസസും ദൈവത്തോട് സംസാരിച്ചു. ഇങ്ങനെ മോസസിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണ കാണാം. ഇപ്പോൾ ഡീന മറിയം എന്താ പറയണത്? കർത്താവേ, ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് 27 ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. ഞാനത് വിശ്വസിക്കുന്ന. അപ്പോൾ ഈ മാർച്ച് 27 പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ്. ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതായത് 7.5 ലക്ഷം ആപ്ലിക്കൻറ്റിൽ നിന്ന് 65,000 ഉള്ളൂ. 65,000 ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത്. അതിലിവരുടെ പേര് ഉൾപ്പെടണ തന്നെയല്ല. ഡീന മറിയം പറയണത് എന്താണ്? അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഈ വിസ തന്നാൽ പോരാ, എൻ്റെ ഡേറ്റ് തരണം. കാര്യം ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും. അതാണ് പ്രശ്നം. ഞങ്ങളുടെ ജീവിതം ലിവിങ് ഓൺ ദി എഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 10:08 സൂചി കാണിച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരണത്. നമ്മൾ കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല.
മറിച്ച് ഡേറ്റ്, സമയം, മണിക്കൂർ, ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയഘടികാരമായി നെഞ്ചു ചാർത്തിക്കൊണ്ടാണ് ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ്, സമയം, നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ, ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായെന്ന് അർത്ഥം. ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണത്? നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം. വെരി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല, നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇപ്പോഴും നടക്കത്തില്ല. ഇതാണ് വിഷയമല്ല. നിങ്ങളിൽ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകാർ ചേർത്താക്കാരുത്തിയാണ്. അവളുടെ പേര് ആൽഫിയ. ആൽഫിയയുടെ സാക്ഷ്യം. ആൽഫിയ വളരെ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഈ +2 വിദ്യാർത്ഥി അവൾക്ക് UK പോയി പഠിക്കണം. അവളുടെ വീട്ടിലെ പ്രമാണം 8 ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ്. പിന്നെ എങ്ങനെ ബാങ്കിൽ ലോൺ കിട്ടണം? UK പോയി പഠിക്കണമെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ വേണം. അതേസമയം തന്നെ ബാങ്ക് ഉള്ള പ്രമാണം ബാങ്കിൽ ലോൺ ഇരിക്കുകയാണ്. 8 കൊല്ലമായിട്ട് പലിശയും കയറിയിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, കർത്താവ് എനിക്ക് ഇവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നണേ. കാര്യം കണ്ടില്ലേ, ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ, അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ്. 8 വർഷമായിട്ട് അവൻ്റെ പലിശ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവളുടെ പ്രശ്നം എന്താണ്? ഇവൾക്ക് +2 കഴിഞ്ഞിട്ട് UK പോയി പഠിക്കണം. കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല. പക്ഷേ UK പോകണമെങ്കിൽ 38 ലക്ഷം രൂപ വേണം. ഈ 38 ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത്? ഈ 38 ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റിംഗ് ആക്കി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും. പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും. മറ്റുള്ളവരുടെ പത്രമേ, ചില ആൾക്കാർക്ക് പത്രം മടിച്ചികളൊക്കെ ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും കൊണ്ടുവച്ച് ചാണ്ടി പോരരുതില്ലേ. നിങ്ങൾ പത്രം ചാണ്ടിയാൽ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും. ഒരു സംശയമില്ല. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. കാര്യം ദൈവസ്നേഹം അകപ്പാട് ഇതിനകത്തുള്ള ദൈവസ്നേഹ പ്രവർത്തനം പത്രത്തിൻ്റെ പ്രേക്ഷക പ്രവർത്തനമാണ്. കാര്യം ഇപ്പോൾ രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസ്നേഹം അനുഭവിക്കുന്നുള്ളൂ, നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ. പക്ഷേ പത്രം അങ്ങനെയില്ല. പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ 10 പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത്. അപ്പം പ്രേക്ഷിത ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ദിവ്യകാരുണ്യത്തിന് അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മളറിയാം. നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് ചെന്നർത്ഥം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. കാരണം ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് കാണുന്നവർ അത് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഇപ്പോൾ രോഗിനൊക്കെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനൊരു 25 മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ 75 മാർക്ക് കിട്ടും. അതാണ് വ്യത്യാസം വരണത്. ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത്. അതാണ് അവർ രോഗികളെ കാണും, ദാനധർമ്മം ചെയ്യും, വസ്ത്രം കൊടുക്കും, പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവച്ച് കൊടുത്തും അവിടെ നിന്ന് ഓടിക്കളയും. ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു 75 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ വെറും 2 മാർക്കാക്കി മാറ്റിക്കളയും.
കാര്യം ഒന്നാമത്തെ പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് തരുന്ന 18 പത്രമാണെങ്കിൽ 18 പേർക്കാണ് കൊടുക്കേണ്ടത്. അല്ല ഓരോരുത്തർ കൊണ്ട് വെച്ച് ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, പക്ഷേ അതല്ല പ്രശ്നം. നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതാണ് പ്രശ്നം. അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം. കാര്യം നിങ്ങളുടെ ചമ്മൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം, ഇതിനെല്ലാം വ്യയം ചെയ്യാതെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വെക്കേണ്ടി വരും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുമെന്നുള്ള നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമെന്നാണ്. വേറെ ഒന്നുമല്ല. മറ്റുള്ളവരെന്ത് ഓർക്കും? ഞാൻ ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ലേ, ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ, അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിൻ്റെ ഓർമ്മയാണ്, മറ്റുള്ളവരുടെ ഓർമ്മയല്ല. അതിന് പച്ച മലയാളത്തിൽ അഹങ്കാരം എന്നാണ് പറയണത്. വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ 10, 18, 20 പത്രമാണെങ്കിലും ഈ 18 പേർക്ക് കൊണ്ടുനടന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടാ. പക്ഷേ കുരിശ് തുണിയില്ലാതെ കിടന്ന നിൻ്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ദിവ്യകാരുണ്യത്തിന് നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കുള്ളതും ഈ പത്രപ്രേക്ഷിതത്തിലാണ്. അതിലാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ 80% ആൾക്കാരും അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ്. എന്താ കാര്യം? അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്രം ഇടുമ്പോൾ തന്നെ ഒരു 100-120 സാക്ഷ്യം വരികയുടെ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല, ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ്. ആരും ചിന്തിക്കല്ലേ? ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവമാണ്. എല്ലാ മാസവും 100-150 സാക്ഷ്യമാണ് വരണത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി. അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്കി വരണം. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം. പറഞ്ഞേ, കർത്താവേ ഞാൻ വഴി പത്രപ്രേക്ഷിതത്വം നടത്തുമ്പോൾ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്നെ തിരക്കി വരാൻ, നിന്നെ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ വഴി ആയിരക്കണക്കിന് മനുഷ്യര് നിന്നെ അറിയുവാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ.